തമിഴ്നാട്ടിലെ തമിഴ് ജനത എന്തുകൊണ്ടാണ് സിനിമാക്കാരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. തമിഴകത്തെ കാരണം അതിനകത്തുള്ള സ്ക്രിപ്റ്റുകളെല്ലാം തന്നെ നേരത്തെ കരുണാനിധിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവരുടെ തമിഴകത്ത് വന്നിരിക്കുന്ന തമിഴ് സിനിമകളുടെ എല്ലാം തന്നെ നായകന്മാരെല്ലാം തന്നെ പൊതുജനത്തിന് ഐഡൻറ്റിക്കലായിട്ട് അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടാണ് അവരുടെ എല്ലാം കയ്യടി നേടുകയും അവരുടെ എല്ലാം ഹൃദയം കവരുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ തമിഴകത്തിൽ നിന്നുള്ള സിനിമാ നായകന്മാർ തമിഴകത്തെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും അവിടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സിനിമക്കാരായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ജയലളിതയ്ക്ക് ശേഷം ജയലളിത പലതവണയും അവിടെ ഈ പറഞ്ഞ 13 വർഷം മുഖ്യമന്ത്രിയായിട്ട് മാറി മാറി വന്ന പല സാഹചര്യങ്ങളിലുണ്ടായി. ഇടയ്ക്ക് പന്നീർസെൽവത്തിനെ അവർ അഴിമതി കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടപ്പോഴേക്കും അവർ പകരം ഒരു ഡെമ്മി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പന്നീർസെൽവത്തിനെ മുഖ്യമന്ത്രിയാക്കുകയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പോലും എല്ലാം ഭരിച്ചിരുന്നത് ശ്രീമതി ജയലളിത ആയിരുന്നു എന്നുള്ളതാണ്. ഈ ജയലളിതയുടെ ഭരണകാലത്ത് ജയലളിതയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രധാനമെന്ന് പറയുന്നത് കരുണാനിധി ആക്ഷേപം ഉയർത്തിയിരുന്നത് അവർക്കുണ്ടായിരുന്ന 10,000-കണക്കിന് സാരി, കിലോ കണക്കിനുള്ള സ്വർണം, വജ്രം തുടങ്ങിയ സംഭവങ്ങളും എവിടെയെന്നൊക്കെ ഇല്ലാതെ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തമിഴകത്ത് നിരവധി സ്ഥലങ്ങൾ വളരെ കണ്ണായ സ്ഥലങ്ങളെല്ലാം ഇവരുടെ പ്രോപ്പർട്ടി ആയിരുന്നു, ജയലളിതയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. അത്തരം അഴിമതി കേസുകളെല്ലാം തന്നെ വരികയും അവരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഒരു 4 വർഷം ശിക്ഷയ്ക്ക് വിധേയമായി എന്നൊക്കെ ഉള്ളത് നമുക്ക് ചരിത്രപരമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിന്നെല്ലാമാണ് അവർ ഉയർത്തെഴുന്നേൽക്കുകയും അവർക്ക് പിന്നീട് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർ വീണ്ടും മുഖ്യമന്ത്രിയാകുകയും എല്ലാം ചെയ്തു. ഒടുവിൽ അവർ നിര്യാതയായി എന്നുള്ളത് നമുക്ക് ചരിത്രപരമായിട്ടറിയാം. ഈ സമയങ്ങളിലെല്ലാം അവർ ഈ DMK-യെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ അവർ യഥാർത്ഥത്തിൽ BJP അവരെ കൂട്ടുപിടിച്ചിരുന്നു എന്നുള്ളതാണ്. BJP-യെ കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ പോലും BJP-ക്ക് ഒരിക്കലും പോലും ആ തമിഴകത്തെ രാഷ്ട്രീയം പങ്കുവയ്ക്കാൻ ഒരിക്കലും AIDMK അല്ലെങ്കിൽ ജയലളിത ഒരിക്കലും അനുവാദം നൽകിയിരുന്നില്ല. അവരെ അകറ്റി നിർത്തി അവരുടെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് അവരെ കൂടെ നിർത്തിയിരുന്നു എന്നുള്ളതാണ്. നമ്മളത് പറയാൻ കാരണം ഇപ്പോൾ ഉള്ള തമിഴകത്തെ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം MK സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ അണ്ണാദുരൈയുടെയൊക്കെ തന്നെ പാരമ്പര്യം, കരുണാനിധിയുടെയൊക്കെ തന്നെ പാരമ്പര്യം, അവിടുത്തെ ഈ തമിഴകത്തെ DMK-യിലുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഒക്കെയാണ്. അവരത് നിലനിർത്തുന്നുണ്ട്. എങ്കിലും അവർ ഈ ബ്രാഹ്മണിക്കൽ മേൽക്കോയ്മയ്ക്ക് വഴങ്ങിക്കൊടുക്കാതെ നിൽക്കുന്നു. കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് പലപ്പോഴും DMK മുഖ്യമന്ത്രി സ്ഥാനവും അവിടെ ഭരണവും ഒക്കെ നിലനിർത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റാലിൻ അതേ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നടന്നത് ഈ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും 40 സീറ്റ് മൊത്തം നേടി. 40 സീറ്റെന്ന് നമ്മൾ പറയുമ്പോൾ തമിഴകത്തെ 39 സീറ്റും പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും കൂടെ ചേർന്ന് 40 സീറ്റ് DMK നേടിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 2 സീറ്റ് കോൺഗ്രസിനുണ്ട്, 9ഓളം സീറ്റ് കോൺഗ്രസിനുണ്ട്, 2 സീറ്റ് CPIക്കും 2 സീറ്റ് CPM-നും കൂടെ. അത് സ്റ്റാലിൻ്റെ ഔദാര്യം, DMK-യുടെ ഔദാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെയും BJP-യെ അകറ്റി നിർത്തിയിരിക്കുന്നു, വർഗീയ കക്ഷികളെ. കാരണം BJP നമുക്കറിയാം അവർ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അവർ ജാതി മേൽക്കോയ്മയുടെ വക്താക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ DMK-യിൽ സ്റ്റാലിനും അവരെ BJP-യെ അടുപ്പിക്കാതെ നിലനിർത്തിയിരിക്കുന്നു. നമ്മളിത് പറയുമ്പോൾ ഇത് ഇനിയുള്ള ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനിടയ്ക്ക് നമുക്ക് വിജയകാന്ത് എന്ന് പറഞ്ഞൊരു തമിഴ് നടൻ, അദ്ദേഹത്തിൻ്റെ ഒരു DMDK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹവും ജയലളിതയുമായിട്ട് കൂട്ടുചേർന്ന് കുറച്ചു കാലം മന്ത്രിസഭ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിന് 1-2 MP-മാരും ഉണ്ടായിരുന്നു. അദ്ദേഹം അടുത്തിടെ നിര്യാതനായി എന്നുള്ളതാണ്. ഇത് കൂടാതെ അദ്ദേഹം സിനിമയിൽ ഈ പറഞ്ഞ രജനീകാന്തിനൊപ്പമൊക്കെ വന്ന് വില്ലനാകുകയും നായകനാകുകയൊക്കെ ചെയ്ത ആളായിരുന്നു വിജയകാന്തിനും നല്ലൊരു പാർട്ടിയും ഗ്രിപ്പും ഒക്കെ ഉണ്ടാക്കി തമിഴകത്ത് രാഷ്ട്രീയത്തിൽ ഗ്രിപ്പുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മളിത് കൃത്യമായിട്ട് ഈ വിജയകാന്തിൻ്റെ കാര്യം കൂടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ വിജയകാന്ത് ഇറങ്ങിയതിന് ശേഷം, വിജയകാന്തിന് മുമ്പ് യഥാർത്ഥത്തിൽ MGRക്ക് ശേഷം ശിവാജി ഗണേശൻ ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒരു തവണ മത്സരിക്കുകയൊക്കെ ചെയ്ത് പരാജയപ്പെടുകയൊക്കെ ചെയ്തതാണ്. അവിടെ നിന്നുകൊണ്ടാണ് വിജയകാന്ത് യഥാർത്ഥത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന് നല്ലൊരു നടനായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ വലിയൊരു നടനായിരുന്നു. തമിഴകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടനായിരുന്നു. നല്ല രീതിയിലുള്ള ആയോധന കലകളൊക്കെ നന്നായിട്ട് അഭ്യസിച്ച് തമിഴകത്തെ എല്ലാവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നടനായിട്ട് മാറിയതുകൊണ്ടാണ് അദ്ദേഹത്തിനും അവിടെ രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ കമലഹാസൻ, ഉലക നായകൻ, അദ്ദേഹം
രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്ങും മധുരയിലാണ് അദ്ദേഹം ഇതിനെല്ലാം എല്ലാവരും തന്നെ ഈ പറഞ്ഞ ഡി എം കെയും ഡി എം ഡി കെയും AIDMKയും ഇപ്പോൾ കമലഹാസൻ്റെ പാർട്ടിയും എല്ലാം തന്നെ അവരെല്ലാം തന്നെ പിച്ച് ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് മധുരയിലാണ്. മധുരയിൽ നടന്നു എന്ന് പറഞ്ഞാലും കമലഹാസന് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഭാവി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുമ്പോൾ അത് തുടർന്ന് നമ്മൾ കാണുന്നത് രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനൊരു പാർട്ടി ഉണ്ടാക്കുമെന്ന്. പക്ഷേ അദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന് രൂപം നൽകുന്ന പാർട്ടി, രജനീകാന്ത് രൂപം നൽകുന്ന പാർട്ടിക്ക് യഥാർത്ഥത്തിൽ BJPയുമായിട്ടൊരു സഖ്യമുണ്ടാകിയാൽ നല്ലതാണെന്നും പറഞ്ഞിട്ട് BJP മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമാ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിലുള്ള ഒരു സംശയത്തിൽ അദ്ദേഹം പിടികൊടുക്കാതെ അതിന് മാറി നിൽക്കുന്നു. ഇപ്പോഴാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ജയലളിതയുടെ പാർട്ടി യഥാർത്ഥത്തിൽ AIDMK നിഷ്പ്രഭരായി ഒന്നുമില്ലാണ്ടായി. അവരിപ്പോൾ സ്വതന്ത്രരായിട്ട് BJPയുടെ പിന്തുണ ഇല്ലാതെ സ്വതന്ത്രരായിട്ട് മത്സരിച്ചു. 24-ൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്ന് നമുക്കറിയാം. BJPക്കും ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ BJPയുമായിട്ട് സഖ്യം ചേർന്ന് നിൽക്കുന്നവരെ എല്ലാം തന്നെ അവരിലേക്ക് സ്വാംശീകരിക്കുന്ന ഒരു പ്രവണത BJPയുടെ തന്ത്രപരമായിട്ടുള്ള ഒരു നയമാണ്. അതിലേക്ക് വീഴാതെ ഒടുവിൽ മാറി നിന്നിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. AIDMK ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ ജയലളിതയുടെ പാർട്ടി AIDMK എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ നിഷ്പ്രഭരാണ്. അവർക്കിപ്പോൾ പ്രതിപക്ഷത്ത് പോലും വലിയൊരു സ്വാധീനം ചെലുത്താൻ ഉള്ള ശക്തി അവർക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ പഴയ രജനീകാന്തിൻ്റെയും MGRൻ്റെയും ഒക്കെ അതേ സ്റ്റേച്ചറിലേക്ക് തമിഴക സിനിമയിൽ ഉയർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ശ്രീ വിജയ് തമിഴക വെട്രി കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് രൂപം നൽകി. അത് അദ്ദേഹം രൂപം നൽകിയിട്ട് കഷ്ടിച്ച് തമിഴക വെട്രി കഴകത്തിന് രൂപം നൽകിയിട്ട് കഷ്ടിച്ച് 2 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് 50 വയസ്സായപ്പോഴാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ നേരത്തെ അങ്ങനെ പ്രചരണം ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി തുടങ്ങുമെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്നൊക്കെയുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു, പാർട്ടി പ്രഖ്യാപനം നടത്തി. അദ്ദേഹം ചെയ്യുന്നത് 2 സിനിമകളിപ്പോൾ ആന്ധ്രയിൽ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള ഒരു സിനിമ ഗ്രൂപ്പിൻ്റെ ഒരു സിനിമ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ 250 കോടി രൂപ പ്രതിഫലം മേടിച്ചിട്ടുള്ളൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയാണ്. ദളപതി 69 എന്നുള്ള സിനിമയിൽ. അത് കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണ തോതിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് കൂടാതെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പിച്ച് ചെയ്യാൻ പറ്റിയ മറ്റൊരു അവസരം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഈ ഭാഗത്ത് ദക്ഷിണേന്ത്യയുടെ തന്നെ തമിഴകത്ത് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കിള്ളിക്കുറിച്ചിയിൽ നടന്നിരിക്കുന്ന ഹൂച്ച് ട്രാജഡി, ഈ വ്യാജ ചാരായ ദുരന്തത്തിൽ 50ഓളം പേര് മരിച്ചിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ശ്രീ വിജയ് അവിടെ വന്ന് ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ അതെല്ലാം കണ്ടു. അത് കൂടാതെ അവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രത്യേകിച്ചൊരു ഒരു ഗ്രാറ്റിസും പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ച് ഓഫറുകളൊന്നും സാമ്പത്തിക സഹായമൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നതിൻ്റെ തുടക്കമായിട്ട് അദ്ദേഹത്തിന് അവിടെ കള്ളക്കുറിച്ചിയിൽ വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമിഴക രാഷ്ട്രീയം എല്ലാ കാലത്തും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ എപ്പോഴും ഈ കളർ TV കൊടുക്കുക, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് കരുണാനിധി ആയിരുന്നാലും ജയലളിത ആയിരുന്നാലും MGR ആയിരുന്നാലും അത് ചെയ്യുക, ഫ്രീ റേഷൻ കൊടുക്കുക, 2 രൂപയ്ക്ക് അരി കൊടുക്കുക, തുടങ്ങി ഇലക്ട്രോണിക് സാധനങ്ങൾ കൊടുക്കുക, തുടങ്ങിയ എല്ലാ വിധത്തിലും ആളുകളെ ഇങ്ങനെ സോപ്പിടുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ആ രാഷ്ട്രീയം തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ MK സ്റ്റാലിൻ ഇപ്പോൾ ഒരുപാട് രീതിയിൽ ചാരിറ്റി എന്നുള്ള രീതിയിൽ ഒരുപാട് ജനകീയ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇത് തമിഴകത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു പ്രത്യേക സ്വഭാവമാണ്. ഒന്ന്, സിനിമാ നടനായിരിക്കുക. സിനിമാ നടനായിരുന്നാൽ തന്നെ അവർക്ക് രാഷ്ട്രീയത്തിലൂടെ ആളുകളിലേക്ക് പ്രവേശിക്കുവാനൊരു മാർഗമായിട്ട് സിനിമ വരുന്നുണ്ട്. നമുക്കറിയാം MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹവും സിനിമക്കാരനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടെ മന്ത്രിയാണ്. അദ്ദേഹവും സിനിമയിലൂടെ തന്നെ ആളുകളിൽ സ്റ്റാലിൻ്റെ മകനെന്നുള്ളതിലുപരി സിനിമയിലൂടെ അറിയപ്പെട്ടിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു തമിഴക രാഷ്ട്രീയവും തമിഴക രാഷ്ട്രീയത്തിൽ സിനിമാക്കാരുടെ ബന്ധവും ആണ് നമ്മൾ ഇന്ന് ഇത് വിലയിരുത്തിയിരിക്കുന്നത്. ഇത് തുടരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ എല്ലാം തരുന്ന ഈ രാമസ്വാമി നായ്ക്കർ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചൊരു ചോദ്യം, ഈ ബ്രാഹ്മണിക്കൽ മേൽക്കോയ്മയ്ക്ക് എതിരെ അവരിതിങ്ങനെ ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തന്നെ അവരൊരു സ്വത്വ രാഷ്ട്രീയമാണ്, അവരുടെ സ്വത്വം തേടുന്നതായിരുന്നു. അത് ഈ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ ഒരു സ്വത്വം,
അവരുടെ ദ്രാവിഡ സ്വത്വം, അവരുടെ ഒരു ഐഡൻറ്റിറ്റി തിരഞ്ഞെടുക്കുക, അവരുടെ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തുക, അവരുടെ ഐഡൻറ്റിറ്റിയുടെ അന്വേഷണമാണ് ഈ പറഞ്ഞ DMK അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ആ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട്, ആ ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ തമിഴകത്ത് പ്രവേശനമുള്ളൂ, തമിഴകത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ എന്നുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് വിലയിരുത്തിയിരിക്കുന്നത്. കേരളത്തിൽ നമുക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും അങ്ങനെ ഒരു MP BJPയുടെ പേരിൽ അങ്ങനെ കിട്ടി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിൻ്റെ. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കും അതിൻ്റെ ഒരു ചായ്വ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം ജയിച്ചല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ സിനിമാ നടനായതുകൊണ്ട് സെക്യുലറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രവൃത്തികൾ കൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സെക്യുലറായിട്ടുള്ള വോട്ട് സമാഹരിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ തൃശ്ശൂരിൽ നിന്നും കേരളത്തിൽ നിന്നുള്ളൊരു MP ആയി ഈ ഏറ്റവും ഒടുവിലത്തെ സമയത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഒന്ന് ഒരു പാസിംഗ് കമൻ്റായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ തമിഴക രാഷ്ട്രീയവും സിനിമാക്കാരുടെ അതിനകത്തുള്ള പ്രവേശനവും യഥാർത്ഥത്തിൽ അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് നമുക്ക് കാമരാജിന് ശേഷം അവിടെ നിന്നും എടുത്തു പറയത്തക്ക വലിയൊരു ലെജൻഡറി ആയിട്ടുള്ളൊരു നേതാവിനെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സിനിമ ബേസ് ചെയ്തിട്ടുള്ള സിനിമയിലെ നായകന്മാരുടെ ഒരു രാഷ്ട്രീയ പ്രവേശനമാണ് തമിഴകത്ത് നടക്കുന്നത്. തമിഴ്നാട്ടിലെ തമിഴ് ജനത എന്തുകൊണ്ടാണ് സിനിമാക്കാരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. തമിഴകത്ത് കാരണം അതിനകത്തുള്ള സ്ക്രിപ്റ്റുകളെല്ലാം തന്നെ, നേരത്തെ കരുണാനിധിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവരുടെ തമിഴകത്ത് വന്നിരിക്കുന്ന തമിഴ് സിനിമകളുടെ എല്ലാം തന്നെ നായകന്മാരെല്ലാം തന്നെ പൊതുജനത്തിന് ഐഡൻറ്റിക്കലായിട്ട് അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടാണ് അവരുടെ എല്ലാം കയ്യടി നേടുകയും അവരുടെ എല്ലാം ഹൃദയം കവരുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ തമിഴകത്തിൽ നിന്നുള്ള സിനിമാ നായകന്മാർ തമിഴകത്തെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും അവിടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സിനിമക്കാരായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. കമൻറ്റ് ബോക്സിലേക്ക് പ്രേക്ഷകർക്കും എന്തെങ്കിലും വിശേഷിച്ചുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ on_the_comment_box@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളത് കൃത്യമായി സംയോജിതമായി അവതരിപ്പിക്കുന്നതായിരിക്കും. നന്ദി.